ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമല്ലെന്നും ഭയമുള്ളതുകൊണ്ടാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആദ്യം പറഞ്ഞത് 2 കൈകളും ശുദ്ധമാണെന്നാണ്, പിന്നെ പറഞ്ഞു മടിയിൽ കനമില്ലെന്ന് പറഞ്ഞു, പിന്നെ അന്വേഷണത്തെ ഭയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് KSIDCയെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി. ഇത് രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു, കൈകൾ ശുദ്ധമല്ല, മടിയിൽ കനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. എന്നിട്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോയി, നിയമപരമായ മാർഗങ്ങൾ തേടി. അതുകൊണ്ട് ഇത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എന്നാലും അന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമില്ല. അന്വേഷണം 8 മാസത്തേക്കാണ്. എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം. ഈ കേസിൽ എന്തിനാണ് 8 മാസത്തെ കാലപരിധി നിശ്ചയിച്ചത്? 8 മാസം എന്തിനാണ് കേസ് അന്വേഷിക്കാൻ? ഈ ഫയലുകൾ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നോക്കി തീർക്കാവുന്ന ഫയലുകളാണ്. മാത്രമല്ല സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളായ 2 സ്ഥാപനങ്ങൾ, ഇൻകം ടാക്സ് ആക്ട് വഴി നിലവിൽ വന്ന ഇൻകം ടാക്സ് ഇന്ററിം ബോർഡ് ട്രൈബ്യൂണൽ, അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി ആക്ട് പ്രകാരം അധികാരത്തിൽ വന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡ്, ഈ 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെയും ഫൈൻഡിംഗ് ഉണ്ട്. ഇത് വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെന്ന്. അപ്പൊ 8 മാസത്തേക്ക് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്താണ് എന്ന് അന്വേഷിക്കണം. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടെ കാത്തിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും കരുവന്നൂർ ED കേസിലും സംഭവിച്ചത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ നിയമപരമായ നടപടികൾ ഞങ്ങൾ എടുക്കും. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് 2 കൈകളും ശുദ്ധമാണെന്നാണ്. പിന്നീട് മടിയിൽ കനമില്ലെന്ന് പറഞ്ഞു, അന്വേഷണത്തെ ഭയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ടാണ് KSIDCയെ കൊണ്ട് ലക്ഷങ്ങൾ മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ എത്തിച്ച് ഹൈക്കോടതിയിൽ കേസ് നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ കർണാടക ഹൈക്കോടതിയിലും കേസ് നൽകി. ഇത് രണ്ടും SFIO അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. അന്വേഷണത്തെ ഭയമുണ്ടെന്നും കൈകൾ ശുദ്ധമല്ലെന്നും മടിയിൽ കനവുമുണ്ടെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചാൽ ഇടപെടരുതെന്ന സുപ്രീം കോടതി വിധിയുണ്ട്. എന്നിട്ടും അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. 8 മാസത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണത്തിൽ UDFന് പൂർണ്ണ വിശ്വാസമില്ല. 1-2 ആഴ്ച കൊണ്ട് നോക്കി തീർക്കാവുന്ന രേഖകൾ മാത്രമേ കേസുമായി ബന്ധപ്പെട്ടുള്ളൂ. ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുടെ കണ്ടെത്തലുമുണ്ട്. ഈ സാഹചര്യത്തിൽ SFIO എന്തിനാണ് 8 മാസം അന്വേഷിക്കുന്നത്? സ്വർണ്ണക്കള്ളക്കടത്തിലും ലൈഫ് മിഷൻ കോഴയിലും കരുവന്നൂരിലെ ED അന്വേഷണത്തിലും സംഭവിച്ചതാണ് ആവർത്തിക്കുന്നതെങ്കിൽ തങ്ങൾ നിയമപരമായി ചോദ്യം ചെയ്യുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി സർക്കാരിനും CPMനും മേൽ സമ്മർദ്ദമുണ്ടാക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP CPM ബന്ധമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. കരുവന്നൂരിലെ ED അന്വേഷണം തൃശൂർ പാർലമെന്റ് സീറ്റിലെ ഒത്തുതീർപ്പിൽ അവസാനിച്ചു. കേരളത്തിൽ CPMും സംഘപരിവാറും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. അതിന് ഇടനിലക്കാരുമുണ്ട്. CPMുമായി ചേർന്നാലും തൃശൂരിൽ BJP ജയിക്കില്ല. എന്തും ഈ രാജ്യത്ത് നടത്തി കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നത്. BJPയുടെ 6500 കോടിയുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്യാത്തവരാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ പണവും സ്വാധീനവും കേന്ദ്ര ഏജൻസികളുമായി ഭരണകൂടം ഇറങ്ങിയിരിക്കുകയാണ്. വർഗീയവാദികൾ ഒരിക്കലും 3ാം തവണ അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടണമെന്ന ഓർമ്മപ്പെടുത്തലുമാണ് ഇതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കോട്ടക്കൽ ആയുർവേദശാല, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ.